ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാക്കുറാബച്ചിയുടെ ചാപ്റ്റേഴ്സ് 127, 128 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഫൈനലി അങ്ങനെ നമ്മൾ മാങ്കയ്ക്ക് ഒപ്പം എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ഇനി തൊട്ടപ്പം നമ്മൾ വൺ പീസ് ഒക്കെ ചെയ്യുന്നത് പോലെ എല്ലാ ആഴ്ചയും ഇറങ്ങുന്ന ഓരോ ചാപ്റ്റർ വീതമായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വൺ പീസിൻ്റെ അത്രയൊന്നും വ്യൂസ് വന്നില്ലെങ്കിലും കാക്കുറാബച്ചി ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഒരുപാട് പേരുണ്ടെന്നറിയാം. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അടുത്ത വർഷം കാക്കുറാബച്ചി ആനിമയൊക്കെ റിലീസ് ആവുന്നതിന് ശേഷം വൺ പീസിനൊക്കെ ഇപ്പം നമ്മളുടെ ചാനലിൽ കിട്ടുന്നത് പോലത്തെ വ്യൂസ് കാക്കുറാബച്ചിക്കും കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അപ്പോൾ അതൊക്കെ നടക്കട്ടെ. വൺസ് അഗൈൻ താങ്ക് യു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമ്മളുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മുടെ സ്മെൽറ്റിംഗ് പ്രോസസ്സ് അവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 28 രാത്രി 7:20 സമയം. അതായത് ആ ബെല്ലോവിങ് എയർ അടിക്കുന്ന ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 38 മണിക്കൂറായി. ഷിബ ഇപ്പോൾ റോക്കുഹിരയ്ക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എടാ നീ ഓക്കെ അല്ലേ? അതേ എന്ന് റോക്കുഹിര പറയുന്നുമുണ്ട്. ഇപ്പോൾ ഡാറ്റൻസയ്ക്ക് വെച്ചാണ് ഈ പണിയുന്നത്. എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു എല്ലാം. എന്തായാലും ഇതുവരെയും കുഴപ്പങ്ങളൊന്നുമില്ല. സോ ഇവൻ്റെ ഫോക്കസും കോൺസെൻട്രേഷനും സമ്മതിച്ചു കൊടുത്തേ പറ്റൂ എന്നിപ്പോൾ ജോജി പറയുന്നുണ്ട്. സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്, ശരിക്കുള്ള വെല്ലുവിളി ഇനിയാണ് തുടങ്ങാൻ പോകുന്നത്. ഫർണസിലെ ചൂട് 1400 ഡിഗ്രിയോട് അടുക്കാൻ തുടങ്ങി. ഇനി കുഡാരി ഫേസ് തുടങ്ങാനുള്ള സമയമാണ്. ജോജി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, കുഡാരി ഫേസോ? എന്താ അത്? സുബാരു ഇപ്പോൾ പറയുന്നു, ഈ ടറ്റാര സ്മെൽറ്റിംഗ് പ്രോസസ്സിൻ്റെ ഒരു എൻഡ് ഗെയിം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അതായത് ഫർണസിനുള്ളിൽ കിടക്കുന്ന സ്റ്റീലിന്റെ അളവ് കൂടാനായിട്ട് ഫർണസിലേക്ക് ഇരുമ്പയിര് കൂടുതൽ ആഡ് ചെയ്തിട്ട് ബെല്ലോസ് വെച്ചിട്ട് നല്ലപോലെ കാറ്റടിച്ചു കൊടുക്കും. സോ ഇതുമൂലം ഫർണസിൽ കിടക്കുന്ന ഡാറ്റൻസക്കി പാർട്ടിക്കിൾസിലേക്ക് നല്ലതുപോലെ തീ എത്തി തുടങ്ങും. സോ റിയാക്ഷനൊക്കെ പീക്കിലായിരിക്കും. അതുമാത്രമല്ല, ഇവിടെ ഈ സെറ്റപ്പ് ചെയ്തതും പിന്നെ ഈ പണി തുടങ്ങിയിട്ടും എല്ലാം കൂടെ മൊത്തത്തിൽ ഇപ്പോൾ 2 ദിവസമായി റോക്കുഹിരയൊന്ന് ഉറങ്ങിയിട്ട്. സോ അവനിപ്പോൾ ആകെ തളർന്നിരിക്കുകയായിരിക്കും. പ്ലസ് അവനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇനി കൂടുതൽ ഇൻറ്റൻസ് ആവുകയേ ഉള്ളൂ, അല്ലാതെ കുറയില്ല. അതുകൊണ്ട് ആ ഫർണസിലെ ഒരു ചെറിയ തീപ്പൊരി പോലും ഇനി അങ്ങോട്ട് അവൻ മിസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉള്ളതിനേക്കാളും 10 ഇരട്ടി ശ്രദ്ധയിലിരിക്കേണ്ട ടൈമാണിനി. റോക്കുഹിര ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ജീവൻ റിസ്ക് ചെയ്ത് ഞാനിപ്പോൾ ഈ മിഷൻ ചെയ്യുമ്പോഴാണ് ചിയാക്കി എൻ്റെ ജീവിതത്തിന് ശരിക്കും ഒരു അർത്ഥം ഉണ്ടാകുന്നത്. പെട്ടെന്ന് പുറത്തൊരു പൊട്ടിത്തെറി കേൾക്കുന്നു. ഇപ്പോൾ സുബാരു പറയുന്നുണ്ട് അവരിങ്ങ് എത്തിയെന്ന്, അതായത് മാസുമി ടീം. കോപ്പ്, ഇങ്ങനൊരു സിറ്റുവേഷനിൽ തന്നെ അവർ കയറി വന്നല്ലോ എന്നിപ്പോൾ ജോജിയും പറയുന്നുണ്ട്. സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്, ഇവരിപ്പോഴല്ലേ ഇങ്ങ് എത്തിയത്. ഞാൻ വിചാരിച്ചതിലും അധികം സമയം ഹാസുമി അവരെ തടഞ്ഞു നിർത്തി. അവനോട് നന്ദി പറഞ്ഞേ മതിയാകൂ. സോ ഇപ്പോൾ ആ ആലയുടെ പുറത്ത് പൊട്ടിത്തെറി നടന്നിടത്തേക്ക് നമ്മുടെ ഷിബ ടെലിപ്പോർട്ടായി ചെല്ലുന്നുണ്ട്. ജോജി ഇപ്പോൾ പറയുന്നുണ്ട്, എന്തൊരു പൊല്ലാപ്പാണെന്ന് നോക്കണേ. ഇപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ടായാൽ അതിവൻ്റെ കോൺസെൻട്രേഷൻ തകർക്കും. സോ ഈ മിഷൻ ഒരു ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട്. ആഹാ, നീ ഇപ്പം ഞങ്ങളുടെ സൈഡായോ എന്നിപ്പോൾ സുബാരു ചോദിക്കുന്നുണ്ട്. ജോജി ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. റോക്കുഹിര ഇത്രയൊരു പ്രോഗ്രസ് ഉണ്ടാക്കിയ കാര്യം സോർസറി ബ്യൂറോ കണ്ടു കഴിഞ്ഞാൽ അവർ കൺവിൻസ്ഡ് ആവും. സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്, പ്രിൻസസ് ചിയാക്കിയെ മിക്കാബോഷിക്ക് കൈമാറാനായിട്ട് സോർസറി ബ്യൂറോ മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഇങ്ങനെ ഒരു പ്ലാനിൽ ഇനി റിസ്ക് എടുക്കാൻ അവന്മാർ ഒരിക്കലും തയ്യാറാവില്ല. അവന്മാരുടെ മുന്നിൽ ഇപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ റോക്കുഹിരയുടെ വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഈ തീ അണച്ച് സ്മെൽറ്റിംഗ് പ്രോസസ്സ് അവസാനിപ്പിക്കാം. ബുദ്ധിയുള്ളവർ ആ രണ്ടാമത്തെ ഓപ്ഷൻ അല്ലേ സെലക്ട് ചെയ്യൂ. ഇപ്പോൾ അവിടെ പുറത്ത് നിൽക്കുന്ന ഷിബയുടെ ബാക്കിലായിട്ട് ആരോ വന്നിട്ടുണ്ട്. അയാളുടെ കയ്യിലൊരു സ്ക്രോൾ ഉണ്ട്. അയാളിപ്പോൾ ഷിബയുടെ ബാക്കിൽ ഇങ്ങനെ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ ആ വന്നിരിക്കുന്നത് മാസുമി ടീമിലെ ഒരു പെണ്ണാണ്. അവളിപ്പോൾ പറയുന്നുണ്ട്, നീ ഭയങ്കര മിടുക്കനാണ് ഷിബ. ഞങ്ങൾക്ക് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കാൻ കഴിവുണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ നീ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ഫൈറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തത്. പ്രകൃതിയും ഞങ്ങൾക്കെതിരാ. ഈ മഴ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രസൻസ് ഒരുപാട് നേരം ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്നില്ല. സോ അവളിപ്പോൾ ഒന്ന് പുറത്ത് ടച്ച് ചെയ്തപ്പോഴേക്കും ഷിബയുടെ മുഖത്തൊക്കെ എന്തോ ടെക്സ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതാണ്. എന്തോ മന്ത്രവിദ്യ പ്രയോഗിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഷിബ പെട്ടെന്ന് ചോര തുപ്പി താഴേക്ക് അങ്ങ് വീഴുന്നുണ്ട്. ഇപ്പോൾ ഇവള് ഇതിന്റെ പിന്നിലെ കാരണം പറയുന്നു. അതായത് ഇരിഷിമയിൽ നിന്ന് ആ മുറിവുകളൊക്കെ പറ്റി ഷിബ വന്നപ്പോൾ അവനെ ഇവർ പെട്ടെന്ന് ട്രീറ്റ് ചെയ്തത് മന്ത്രവിദ്യ ഉപയോഗിച്ചിട്ടാണ്. ഇവളിപ്പോൾ ആ മാജിക് സ്ക്രോൾ ഉപയോഗിച്ചിട്ട് ഷിബയുടെ ദേഹത്തെ ആ മന്ത്രവിദ്യകളെല്ലാം സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. സോ ഷിബ വീണ്ടും പഴയപടി ആ മുറിവേറ്റ രീതിയിലായി അവിടെ വീണു. ഇവളിപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന റോക്കുഹിര അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഞാനൊന്ന് നോക്കി. മോശമെന്ന് വെച്ചാൽ വളരെ മോശം. സോ ഈ രാജ്യത്തിൻ്റെ വിധി അതുപോലെ ഒരുത്തൻ്റെ ചുമലുകളിൽ വെച്ച് കൊടുക്കാനാണോ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. സോ ഇനി ഞങ്ങൾക്ക് അകത്തെ പണികൾ തുടങ്ങാൻ സമയമായി എന്നും പറഞ്ഞ് അവൾ ഷിബയെ ഇവിടെ ഇട്ടിട്ട് ആ ആലയ്ക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഫർണസിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ പൈപ്പുകളുടെ പേരാണ് കിരോ. ബെല്ലോയിങ് ചെയ്യുന്ന ആ എയർ ഈ ഫർണസിനുള്ളിലേക്ക് കൊടുക്കുന്നത് ഈ പൈപ്പുകൾ വഴിയാണ്. ടറ്റാര പ്രോസസ്സിൻ്റെ ഒരു ലൈഫ് ലൈനാണ് ഈ പൈപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇപ്പോൾ ആ പൈപ്പുകൾ മുറിച്ച് ഈ സ്മെൽറ്റിംഗ് പ്രോസസ്സ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിൽ നിന്നും 2 മാസുമി മെമ്പേഴ്സ് വാളും കൊണ്ട് വരികയാണ്. ഇപ്പോൾ ജോജി ഇങ്ങനെ ഇത് കണ്ട് ഞെട്ടുന്നുണ്ട്. റോക്കുഹിരയാണെങ്കിൽ അനങ്ങാതെ കോൺസെൻട്രേഷനിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ സുബാരുവിൻ്റെ 2 ക്ലോൺസ് വളരെ ഫാസ്റ്റായിട്ട് ഈ മാസുമി മെമ്പേഴ്സിന് നേരെ വാള് കൊണ്ട് ചെല്ലുന്നുണ്ട്. ഇപ്പോൾ അവന്മാരതിൽ നിന്ന് ചാടി മാറിയിട്ട് പറയുന്നുണ്ട്, ഈ സുബാരു ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ എന്ന്. സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്, റോക്കുഹിര നിന്റെ ശ്രദ്ധ വർക്കിൽ തന്നെ വേണം. ഫോർജിലെ തീ അണയാൻ പോകുന്നില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി.
സോ ഇപ്പോൾ റോക്കുഹിര കോൺസെൻട്രേഷനിൽ തന്നെ പണി തുടരുന്നു. സുബാരു ആണെങ്കിൽ റോക്കുഹിര ഷീൽഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ജോജി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, റോക്കുഹിര മാത്രമല്ല സുബാരു സെൻസയും നേരെ ചുവയൊന്ന് ഉറങ്ങിയിട്ട് 2 ദിവസമായി. പ്ലസ് അദ്ദേഹം ഫുൾ ടൈം മന്ത്രവിദ്യയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ക്ലോൺസിനെയൊക്കെ ഉണ്ടാക്കിയിട്ട്. സോ റോക്കുഹിരയെക്കാളും എക്സോസ്റ്റഡ് ആയിരിക്കും അദ്ദേഹം എന്നൊക്കെ ജോജി ചിന്തിക്കുന്നു. ആ മാസുമി ടീമിൽ ഒരുത്തൻ ഇപ്പോൾ ഒരു ഷുറിക്കൻ ഈ സുബാരുവിന് നേരെ എറിയുന്നുണ്ട്. ഇപ്പോൾ അവൻ 2 ഷുറിക്കൻ എറിഞ്ഞിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഈ 2 സ്മോക്ക് ബോംബുകളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സുബാരു അത് അയാളുടെ ചെരുപ്പുകൾ എറിഞ്ഞ് തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആ സ്മോക്ക് ബോംബ് ബ്ലാസ്റ്റ് ആയിട്ട് അവിടെ ആകെ പുക അങ്ങ് പടരുന്നുണ്ട്. ഇപ്പോൾ സുബാരുവിൻ്റെ ഈ ക്ലോൺസ് ഫൈറ്റിങ്ങിൽ അത്രയ്ക്ക് അങ്ങോട്ട് കിടിലമല്ല എന്ന് സുബാരു പറയുന്നുണ്ട്. സോ ഇപ്പോൾ ആ മാസുമി മെമ്പേഴ്സിൽ ഒരുത്തനെ നേരിടാനായിട്ട് സുബാരു ജോജിയെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ ആ പുകയാണെങ്കിൽ സുബാരുവിൻ്റെ വിഷനെ മറയ്ക്കുന്നുണ്ട്, പുള്ളിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. എങ്കിലും ഇപ്പോൾ ചാടി ചെന്ന് ആ ഫർണസിലെ പൈപ്പ് മുറിക്കാനായിട്ട് ചെല്ലുന്ന മാസുമി മെമ്പറിനെ സുബാരു തടയുന്നുണ്ട് ആ വാള് വെച്ചിട്ട്. ഫർണസിലെ ആ പൈപ്പുകൾ തകർത്ത് സ്മെൽറ്റിങ് തടയുക എന്നുള്ളത് തന്നെയാണ് ഇവന്മാരുടെ പദ്ധതി എന്ന് എനിക്കറിയാം എന്ന് സുബാരു ഇപ്പോൾ പറയുന്നുണ്ട്. ആ മാസുമി ഏജന്റ് ഇപ്പോൾ ആ വാള് ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും അത് സുബാരുവിന് നേരെ വീശുന്നുണ്ട്. സുബാരു ഇപ്പോൾ ഉടൻ തന്നെ വാള് കറക്കി അവൻ്റെ ആ വാള് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ വാളാണെങ്കിൽ ബ്രേക്കും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുബാരു പറയുന്നുണ്ട്, നിനക്ക് കുറച്ചുകൂടി നല്ലൊരു ബ്ലേഡ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു കറ്റാനയുടെ സൈഡിലായിട്ട് ഫോഴ്സ് ഉപയോഗിച്ച് വെട്ടിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒരു വീക്ക് പോയിന്റ് ആണത്. ഇപ്പോൾ കറക്റ്റ് അവിടെ തന്നെ സുബാരു ഹിറ്റ് ചെയ്തു എന്ന് ആ ഏജന്റ് ചിന്തിക്കുന്നുണ്ട്. നിന്റെ ആ ഫോമൊക്കെ കിടിലമായിരുന്നു, അത് സമ്മതിച്ചു തന്നേ പറ്റുമെന്ന് ഇപ്പോൾ സുബാരു ആ ഏജന്റിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഏജന്റ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് ആ ഫർണസിലെ തീ അണയ്ക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ അല്ല. സുബാരു ഇപ്പോൾ സൈഡിലേക്ക് നോക്കുമ്പോൾ ഷിബയെ അറ്റാക്ക് ചെയ്ത ആ മാസുമിയിലെ ആ പെണ്ണുണ്ടല്ലോ, അവളിപ്പോൾ റോക്കുഹിരയുടെ കഴുത്തിന് വാള് കൊണ്ടുവച്ചിട്ടുണ്ട്. ജോജി ആണെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഇവളിതെപ്പോൾ വന്നു. അതേപോലെ തന്നെ സുബാരുവും പറയുന്നു, ഇവന്മാരെ ഡിറ്റക്റ്റ് ചെയ്യാനേ പാടാണ്. ഇപ്പോൾ ആ സോർസറി ബ്യൂറോയുടെ ചീഫ് റോക്കുഹിരയെ പറ്റി പറയുന്ന ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങേര് പറയുന്നുണ്ട്, കുനിഷികെ റോക്കുഹിര കിട്ടിയ വിവരം അനുസരിച്ച് അവന് പ്രിൻസസ് ചിയാക്കിയുമായിട്ട് ബന്ധമുണ്ട്. അവൻ ആരോരും ഇല്ലാത്തൊരുത്തനാ, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ. അതുകൊണ്ടല്ലേ ഈ രാജ്യത്തിന്റെ തീരുമാനം പോലും മറികടന്ന് ഇങ്ങനെ ദുരന്തമായേക്കാവുന്ന ഒരു മിഷന് തയ്യാറെടുത്തത്. മാത്രമല്ല ഇതൊരു വലിയ ദുരന്തമായി തീരുമെന്നുള്ള പ്രിൻസസ് ചിയാക്കിയുടെ പ്രവചനം പോലും അവൻ ചെവിക്കൊണ്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവനിപ്പോൾ അവളെ രക്ഷിച്ച് വലിയ ഹീറോ ആവണം, അത്രേ ഉള്ളൂ. സോ ഈ ദുരന്തം കൊണ്ടുവരുന്ന മിഷൻ ഇല്ലാതാകണമെങ്കിൽ ആദ്യം അവനെ ഇല്ലാതാക്കണം എന്നാണ് ഇവരുടെ തീരുമാനം. ഇപ്പോൾ പുറത്ത് കിടക്കുന്ന ഷിബയാണെങ്കിലും ആ ഇരിഷിമേൽ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് ആ ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ എഴുന്നേക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ആ മാസുമിയിലെ പെണ്ണ് വാള് കൊണ്ടുപോയി കഴുത്തിന് വെച്ചിട്ടും റോക്കുഹിര അനങ്ങാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവനിപ്പോൾ ആ കുട്ടിക്കാലത്തെ ഇൻസിഡന്റിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അന്ന് അയാൾ ആക്രമിക്കാൻ വന്നപ്പോൾ അവിടേക്ക് ശിവ ചാടി വന്നില്ലായിരുന്നെങ്കിൽ ചിയാക്കി ഉറപ്പായിട്ടും മരിച്ചേനെ. കാരണം ഞാനൊന്നും ചെയ്യാനാവാതെ ആകെ സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. സത്യം പറഞ്ഞാൽ ആ ദിവസത്തെ ആ ഇൻസിഡന്റ് ആയിരുന്നു ഞാൻ കറ്റാന ഫോർജ് ചെയ്യാൻ തുടങ്ങുന്നതിന് പിന്നിലെ കാരണം. എന്താന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് ഭയത്തോടു കൂടി കാണുന്ന ആ കാര്യത്തെ ഫേസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. ആ ഭയത്തെ മറികടന്ന് ഈ കറ്റാന ഫോർജ് ചെയ്യുന്ന വഴിയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്നെ കൊണ്ടും എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ റോക്കുഹിര ഈ ഫീൽഡിലേക്ക് കടക്കുന്നു. അതുപോലെ തന്നെ ചിയാക്കി പ്രിൻസസ് സോഗയാകുന്ന ആ കാലം വരെ എൻ്റെ വീട്ടിലേക്ക് അവൾ വന്നിട്ട് എനിക്കായിട്ട് കുക്ക് ചെയ്ത് തരുമായിരുന്നു. അന്ന് നടന്ന ആ ഇൻസിഡന്റ് അത് ഞാൻ കാരണമായിട്ട് പോലും അവൾ എന്നോട് ഒരു പരിഭവം പറഞ്ഞില്ല എന്നൊക്കെ റോക്കുഹിര ചിന്തിക്കുന്നു. അതേപോലെ ഈ എൻചാൻറ്റഡ് ബ്ലേഡ് പ്ലാൻ റിജക്റ്റ് ചെയ്യാനും ഒരു പ്രധാനപ്പെട്ട കാരണം ചിയാക്കിയുടെ പ്രവചനമായിരുന്നു. അപ്പോഴും ഈ സ്മെൽറ്റിംഗ് പ്രോസസ്സ് കാരണം റോക്കുഹിരയ്ക്ക് ഒരു അപകടം വരരുതെന്നാണ് അവൾ ചിന്തിച്ചത്. റോക്കുഹിര ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അന്നും ഇന്നും അവളാണ് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കുന്നത്. എനിക്കാകെ ചെയ്യാൻ കഴിയുന്നത് കറ്റാന ഫോർജ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. എൻ്റെ അച്ഛനുണ്ടാക്കിയ കറ്റാനയാണ് ചിയാക്കിയെ മുറിവേൽപ്പിച്ചത്. അമ്മയുടെ ജീവിതം തകർത്തതും അച്ഛൻ തന്നെ. എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നതോ എൻ്റെ അച്ഛൻ ഏറെ അഭിമാനത്തോടെ കണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായ ഗിഫ്റ്റഡായ ഈ ചുമന്ന കണ്ണുകൾ. ശരിക്കും എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. എൻ്റെ അമ്മയെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ കെയർ ചെയ്യുന്ന ആരെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ കുനിഷിക റോക്കുഹിര ഇങ്ങനെ ചിന്തിക്കുന്നു. സോ ഇവിടെയെങ്കിലും എനിക്കതിന് കഴിയണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിലാണ് അവൻ ആ വാളിന് മുന്നിൽ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കഴുത്തിൽ നിന്ന് ചെറുതായിട്ട് ചോര വരുന്നുണ്ട്. ഇപ്പോഴും റോക്കുഹിര ഫോക്കസ് വിട്ടിട്ടില്ല. ജോജി ഞെട്ടുന്നുണ്ട്. സുബാരു ഇങ്ങനെ അഭിമാനത്തോടു കൂടി നോക്കുന്നു. ആ പെണ്ണാണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആ പെണ്ണിപ്പോൾ പറയുന്നുണ്ട്, നീ ഇപ്പോഴും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണല്ലോ, എന്താ ഈ മിഷൻ നിന്റെ ജീവനേക്കാൾ വലുതാണോ? ഇപ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ ശിവ വന്നിട്ട് ഇവളെ ടെലിപ്പോർട്ട് ചെയ്ത് പുറത്ത് കൊണ്ടുപോയി നിർത്തി. ശിവ എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, നിന്നെ കൊണ്ടൊക്കെ ആകെ മെനക്കേടായല്ലോ, ഞങ്ങളുടെ വഴിക്ക് കുറുക്കു വരാതിരുന്നൂടെ നിനക്കൊക്കെ. ഇപ്പോൾ ആകെ ക്രിട്ടിക്കൽ കണ്ടീഷനിലിരിക്കുമ്പോഴാണ് ശിവ ഈ പണി ചെയ്യുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ ഇരുന്നിട്ട് ചോര തുപ്പുന്നുണ്ട് വീണ്ടും. ഇപ്പോൾ അവളാണെങ്കിലും ചിന്തിക്കുന്നുണ്ട്, ഇവൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ കണ്ടതാണ്. എഴുന്നേറ്റ് നിൽക്കുന്നത് പോയിട്ട് ഒന്ന് ആഞ്ഞ് ശ്വാസം വിടാൻ പോലും ഇവൻ ഈ അവസ്ഥയിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ പവർ ഉപയോഗിച്ചാ നീ ചത്തുപോകും എന്നിപ്പോൾ അവൾ ഷിബയോട് പറയുന്നുണ്ട്. ഷിബ ഇപ്പോൾ പറയുന്നുണ്ട്,
ഇതൊക്കെ എന്ത്? സ്വന്തം വയറ് കീറി തുളഞ്ഞിരുന്നിട്ടും ഒരു വലിയ കപ്പലിനെ ക്രഷ് ചെയ്ത് ബോൾ പരുവത്തിലാക്കി ശത്രുവിനെ അറ്റാക്ക് ചെയ്ത ഒരുത്തനെ എനിക്കറിയാം. അപ്പോഴാണോ ഇത്? പീക്ക് റെസ്പെക്ട് ഫോർ മാഷിറോ. ഇപ്പൊ ആ ആലയ്ക്കുള്ളിലുള്ള ബാക്കി 2 ഏജൻസ് റോക്കുഹിരയ്ക്ക് നേരെ വാളോങ്ങിക്കൊണ്ട് സ്പീഡിൽ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ സ്പീഡിൽ അങ്ങോട്ട് ടെലിപ്പോർട്ട് ചെയ്ത് വന്ന ഷിബ അവന്മാരെ 2നെ പിടിച്ചിട്ട് അവിടുന്ന് മറഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് റോക്കുഹിരയോട് പറയുന്നുണ്ട്, റോക്കുഹിര, എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു. ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് വിടുകയാണ്. ഈ മിഷൻ നീ വിജയിപ്പിക്കണം. സോ ഇത്രയും പറഞ്ഞിട്ട് ഇവന്മാരെയും കൊണ്ട് ഷിബ ടെലിപ്പോർട്ട് ചെയ്തു പോകുന്നു. റോക്കുഹിരയാണെങ്കിൽ ഉറപ്പായും ഞാനത് ചെയ്തിരിക്കുമെന്ന് ഷിബയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്ന് പണി തുടരുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു കിടിലൻ മൊമെന്റിൽ നമ്മളുടെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. പുതിയ ചാപ്റ്റർ 129 നാളെയാണ് റിലീസ് ചെയ്യുന്നത്. പക്ഷേ നമുക്കത് നാളെ ഇടാൻ പറ്റില്ല. നാളെ മറ്റന്നാളും കുറച്ച് തിരക്ക് പിടിച്ച പരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ആ വീഡിയോ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.